എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ജോഗ്രഫിയുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളെയാണ് പരിചയപ്പെടുന്നത്. 8 കാലാവസ്ഥാ മേഖലകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞു. മൺസൂൺ കാലാവസ്ഥാ മേഖല ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞു. സാവന്ന കാലാവസ്ഥ നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ 3 എണ്ണം നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നാലാമത്തതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതിൻ്റെ പേരാണ് ഉഷ്ണ മരുഭൂമികൾ. അപ്പോൾ ഉഷ്ണ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഉഷ്ണമേഖലയിലാണ് ഉള്ളത് എന്ന് മനസ്സിലായി. ഉഷ്ണമേഖല നമ്മൾ ഇതിനോടകം പറഞ്ഞതല്ലേ, ഏതാണ്? 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങൾക്കൂടി ഇടയിൽ കാണപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായിട്ട് ഈ 30 ഡിഗ്രികളുടെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് ഉഷ്ണമേഖലകൾ. ഈ ഉഷ്ണമേഖലകൾക്കുള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൺസൂൺ കാലാവസ്ഥാ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ സാവന്ന കാലാവസ്ഥാ മേഖലകളാണെങ്കിലും ഉഷ്ണമേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളാണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. എന്നാൽ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ നമ്മൾ ഉഷ്ണമേഖലയുടെ ഉള്ളിൽ അങ്ങനെ അതിനെ സെപ്പറേറ്റ് ആയിട്ട്, അതിനെ വ്യത്യസ്തമായിട്ട് തന്നെയാണ്, അതിനെ വേറെ തന്നെ നമ്മൾ പറയുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇതിനോടകം നമ്മൾ ഉഷ്ണമേഖലയിലെ മറ്റ് 2 കാലാവസ്ഥാ മേഖലകൾ നമ്മൾ ഇതിനോടകം കണ്ടതാണ്. അതായത് സാവന്ന, അതുപോലെ തന്നെ മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇനി ഉഷ്ണമേഖലയിലെ മറ്റൊരു ഒരു കാലാവസ്ഥ മേഖല നോക്കുകയാണ്, അതാണ് ഉഷ്ണമരുഭൂമികൾ. അപ്പോൾ ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും, അതായത് സാവന്ന, അതുപോലെ തന്നെ മൺസൂൺ കാലാവസ്ഥ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ഉഷ്ണമരുഭൂമികളാണ്. അപ്പോൾ ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെ അവിടുത്തെ കാലാവസ്ഥയും മൺസൂൺ കാലാവസ്ഥയും നമ്മൾ പറഞ്ഞു. അപ്പോൾ മൺസൂൺ കാലാവസ്ഥയിൽ നല്ലോണം മഴ ഉണ്ടാവാറുണ്ട്. സാവന്നയിൽ, അതായത് പുൽമേടുകളിൽ, മേഖല പുൽമേടുകളിൽ അത്രത്തോളം മഴ ഇല്ല, എങ്കിലും കുറച്ചൊക്കെ മഴ കിട്ടുന്നുണ്ട്. ഒരു 125 സെൻറ്റിമീറ്ററൊക്കെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇത്ര പോലും മഴ കിട്ടാത്ത, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഉഷ്ണമേഖലയിലെ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പം ഉഷ്ണമേഖലയിലെ മരുഭൂമി കാലാവസ്ഥയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ 30 ഡിഗ്രി വടക്കിനും അതുപോലെ തന്നെ 30 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുകയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഉഷ്ണമേഖലയിലെ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏതൊക്കെയാണ് ഈ ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന മരുഭൂമികൾ? ഉഷ്ണമരുഭൂമികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ വടക്കേ അമേരിക്കയുടെ ഭാഗത്ത് കാണുന്നുണ്ട്. തെക്കേ അമേരിക്കയുടെ ഭാഗത്ത് ഇതാ അറ്റകാമ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മരുഭൂമിയാണ്. പിന്നെ ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് നമുക്ക് സഹാറ, അല്ലേ, ലോകത്തിലെ ഏറ്റവും വരണ്ട ഒരു മരുഭൂമി പ്രദേശമാണ് സഹാറ മരുഭൂമി. പിന്നെ നമ്മുടെ ഏഷ്യയുടെ ഭാഗത്തേക്ക് അറേബ്യൻ മരുഭൂമികൾ വരുന്നുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ നമുക്ക് നമീബ്, കലഹാരി ഇങ്ങനെയുള്ള 2 മരുഭൂമി പ്രദേശങ്ങൾ കാണാം. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഓസ്ട്രേലിയൻ മരുഭൂമി കാണാം. അപ്പോൾ ഇതൊക്കെ എവിടെയാണ്? ഈ 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ ഉഷ്ണമേഖലകളിൽ കാണപ്പെടുന്ന മരുഭൂമികളാണ്. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന മരുഭൂമികളായതുകൊണ്ട് ഉഷ്ണമേഖലാ മരുഭൂമികൾ. നേരത്തെ നമ്മൾ കണ്ട പുൽമേടുകൾ ഉഷ്ണമേഖലയിൽ കാണപ്പെട്ട പുൽമേടുകളായതുകൊണ്ട് ഉഷ്ണമേഖലാ പുൽമേടുകൾ. ഉഷ്ണമേഖലയിലാണ് മൺസൂൺ കാലാവസ്ഥ ഉള്ളത്, അതുകൊണ്ട് ഉഷ്ണമേഖല കാലാവസ്ഥാ പ്രദേശമാണ് മൺസൂൺ. അങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഉഷ്ണമേഖലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഓരോന്നും കാണുന്നത്. എല്ലാം അടുത്തടുത്തല്ല. ഉഷ്ണമേഖലയിൽ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഉഷ്ണമേഖലാ മരുഭൂമികളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ഒന്നാമത്തെ പോയിന്റ് ഓൾറെഡി കിട്ടി. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്നു എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ് കിട്ടി. മഴ തീരെ കുറവാണെന്നുള്ളത് 2ാമത്തെ പോയിന്റാണ്. പിന്നെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന, അതായത് ചൂട് കിട്ടുന്ന സ്ഥലം, അതായത് നമ്മൾ നേരത്തെ താപനില അല്ലെങ്കിൽ സൗരോർജ്ജം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭൂമധ്യരേഖ പ്രദേശം എന്ന് പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ താപനില അടയാളപ്പെടുത്തുന്നത് ഉഷ്ണമരുഭൂമികളിലാണ്. അതായത്
അതായത് ശരാശരി വാർഷിക താപനില 30°C ആണ്. എങ്ങനെ പോയാലും അവിടെ ഒരു ആവറേജ് എത്ര ഉണ്ടായിരിക്കും? 30°C ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 30°യിലേക്ക് അല്ലെങ്കിൽ 30°യുടെ മേലേക്ക് പോവുമെങ്കിൽ പോലും നമുക്ക് എന്തുണ്ടാവാറുണ്ട്? തണുപ്പ് കാലത്ത് നമുക്ക് താപനില കുറയാറുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് എത്ര ഉണ്ടാവാറുണ്ട്? 30°C താപനില ഉണ്ടാവാറുണ്ട്. പക്ഷേ മരുഭൂമികളിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മരുഭൂമികളിൽ പകൽ സമയത്താണ് വളരെ ചൂട്, രാത്രിയിൽ കൊടും തണുപ്പാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര കോരിച്ചൊരിയുന്ന തണുപ്പായിരിക്കും രാത്രി കാലങ്ങളിൽ ഉണ്ടായിരിക്കുക. അത് വേറൊരു പ്രത്യേകതയാണ്. ഇനി നമുക്കറിയാം സഹാറ മരുഭൂമി അല്ലേ, ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ്. അല്ലെ, വരണ്ടല്ല, ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ്. വരണ്ട എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അന്റാർട്ടിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി പ്രദേശം. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്താണ്? അന്റാർട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുഭൂമികളെ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒന്ന് നമ്മൾ പറയും ഹോട്ട് ഡെസേർട്ട്, അതായത് ചൂടുള്ള മരുഭൂമികൾ. മറ്റൊന്ന് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുത്തുറഞ്ഞു കിടക്കുന്ന മരുഭൂമികളാണ്. അങ്ങനെ തണുപ്പ്, അതായത് ഐസ് മൂടി കിടക്കുന്ന, ഐസ് മൂടിയാലും ഈ ചൂട് കൂടിയാലും വരണ്ട തന്നെയായിരിക്കും. പൊതുവെ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമി എന്ന് പറയാം. അറിഡ് സോണുകളെയാണ്, അതായത് വരണ്ട പ്രദേശങ്ങളാണ്. അപ്പോൾ തണുപ്പ് കൊണ്ട്, ഐസ് കൊണ്ട് വരണ്ട് കിടക്കുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. ഇതാണ് ഈ ഹോട്ട് ഡെസേർട്ടിനേക്കാളും, ഈ ചൂടുള്ള ഡെസേർട്ടുകളെക്കാളും, ചൂട് കൊണ്ട് വരണ്ട് കിടക്കുന്ന മരുഭൂമികളെക്കാളും വലുത്. അതായത് അന്റാർട്ടിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. പക്ഷേ അതെന്ത് മരുഭൂമിയാണ്? ഒരു കോൾഡ് ഡെസേർട്ടാണ്, ഒരു തണുത്ത മരുഭൂമിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ ലഡാക്കൊക്കെ ഇല്ലേ, ലഡാക്കൊക്കെ ഒരു മരുഭൂമി ആയിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. കാശ്മീരിലെ ലഡാക്കൊക്കെ നമുക്കൊരു മരുഭൂമി പ്രദേശം തന്നെയാണ്. അവിടെയും ഈ പറയുന്ന പോലെ വരണ്ട്, തണുപ്പ് കൊണ്ട്, അതായത് മഞ്ഞ് പാളികൾ കൊണ്ട് വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എനിവേ, നമുക്ക് നമ്മുടെ ഉഷ്ണമരുഭൂമികളിലേക്ക്, ചൂടുള്ള മരുഭൂമികളിലേക്ക്, ഹോട്ട് ഡെസേർട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിൽ ഉഷ്ണമരുഭൂമികളിൽ വെച്ചിട്ട് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹാറ മരുഭൂമിയാണ് ഏറ്റവും വലുത്. ഓക്കെ, ഈ സഹാറ മരുഭൂമിയിൽ ഒരു അൽ അസീസിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു അൽ അസീസിയ. ഈ അൽ അസീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാറ മരുഭൂമി, നമ്മൾ ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഈ അൽ അസീസിയ വരുന്നത്. ഈ അൽ അസീസിയയിൽ ഒരിക്കൽ അവിടുത്തെ രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത് 58°C ആണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് 57 എന്തോ ആണ്. അതാണ് ശരിക്കും അൽ അസീസിയയിൽ 58° നമുക്ക് ഓൾമോസ്റ്റ് എടുക്കാം. അതാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത്. ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹാറ മരുഭൂമിയിലെ അൽ അസീസിയ, അതായത് ലിബിയ എന്ന് പറഞ്ഞ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 58°C, അതായത് ഏകദേശം ഒരു 57 ആണ്. പക്ഷേ ഇതിലൊരു ചില ആളുകൾ പറയാറുണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ അമേരിക്കയിൽ, USA ഡെത്ത് വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡെത്ത് വാലിയിൽ പറയുന്നത് 56 ആണ്, 56.7 അങ്ങനെ എന്തോ ആണ് ഡെത്ത് വാലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇതെന്ന് പറയാറുണ്ട്. പക്ഷേ ഡെത്ത് വാലിയിൽ ആണ് ഇത് ശരിക്കും റെക്കോർഡ് ചെയ്തതെന്നും ഈ അൽ അസീസിയയിലുള്ളത് അങ്ങനെ ഒരു രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ചില വാദങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയായിട്ടുള്ള 58°C ആണ് എന്താണ് ഏറ്റവും ഇതുവരെ ഭൂമിയിൽ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ എന്താണ്? ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. ദൈനിക താപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ദൈനിക താപാന്തരം? അതായത് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന ചൂടും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന ചൂടും അല്ലേ, ഏറ്റവും കുറവ് ചൂടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഉയർന്നതിൽ നിന്ന് താഴ്ന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദൈനിക താപാന്തരം കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഉഷ്ണമരുഭൂമികളിൽ എന്താണ് പ്രത്യേകത? ഈ പകൽ സമയം വളരെയധികം ചൂടായിരിക്കും. ഒരു 35-40 ഒക്കെ പോയി എന്ന് വിചാരിച്ചോ. ഇനി 40°C ഒക്കെ പോയി എന്ന് വിചാരിച്ചോ. പകലാവുമ്പോഴോ രാത്രിയാവുമ്പോഴോ അത് -ഡിഗ്രിയിലേക്ക് വരെ താപനില പോവാറുണ്ട്. അതായത് വളരെയധികം കോരിച്ചൊരിയുന്ന തണുപ്പിലേക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 5 ഡിഗ്രി ഒക്കെ നമുക്ക് രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 40 ഡിഗ്രിയിൽ നിന്ന് 5 ഡിഗ്രി, ഉയർന്ന താപനില 40, കുറഞ്ഞ താപനില 5, അങ്ങനെയാണെങ്കിൽ 35°C എന്താണ് വ്യത്യാസമാണ് ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ദൈനിക താപാന്തരം വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? അല്ല. നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ തീരപ്രദേശങ്ങളായതുകൊണ്ട് കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ്, വലിയ അളവിൽ ചൂട് കൂടുകയോ വലിയ അളവിൽ ചൂട് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പകൽ സമയത്ത് വളരെ കഠിനമായ ചൂട്, രാത്രിയാകുമ്പോൾ തണുപ്പാണ്. ഇനി എന്താ പറയുന്നത്, മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി. വാർഷിക മഴ എത്രയാണ്? 25 സെൻറ്റിമീറ്ററിലും താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴ അതിനേക്കാളും കുറവാണ്. കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്ന മഴയേക്കാളും കുറവാണ് ഒരു നമ്മുടെ ഈ മരുഭൂമികളിൽ ഒരു വർഷം ലഭിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു ദിവസം ലഭിക്കുന്ന മഴയേക്കാളും കുറവാണ് അവർക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. മഴ തീരെ ലഭിക്കാത്ത സ്ഥലങ്ങളും ഈ ഉഷ്ണമരുഭൂമികളിലുണ്ട്. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് നോക്കി നോക്കാം. നമുക്കിത് ഈ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ പ്രദേശങ്ങളിലെ ഈ വൻകരകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വടക്കേ അമേരിക്ക എടുക്കാം. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗം അല്ലേ, നമുക്കിങ്ങനെ വടക്ക് തെക്കൊക്കെ അറിയില്ലേ നമുക്ക്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. അപ്പം ഈ വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വശമാണ് മരുഭൂമി, തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വശമാണ് മരുഭൂമി അല്ലേ. ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തല്ലേ വരുന്നത്. ഇനി നമ്മുടെ ആഫ്രിക്കയുടെ ഒക്കെ ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പറയുന്ന, ആഫ്രിക്കയുടെ ഇവിടെയൊക്കെയാണ് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏഷ്യ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് അറേബ്യൻ മരുഭൂമികളൊക്കെ വരുന്നത്. ഇനി ഓസ്ട്രേലിയയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാ വൻകരകളുടെയും ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, നമ്മുടെ ഈ പറയുന്ന മരുഭൂമികൾ വരുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഓരോ വൻകരയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്നത്? അതിനാണ് ഇവിടെ ഒരു റീസൺ പറയുന്നുണ്ട്. വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉഷ്ണമേഖലയിലെ ഈ പറയുന്ന വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് മരുഭൂമികൾ വരുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത്? അതാണ് ഇവിടെ പറഞ്ഞത്. വാണിജ്യവാദങ്ങൾക്ക് വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ വാണിജ്യവാദങ്ങളെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ പാഠത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം വാദം അല്ലെങ്കിൽ നമ്മൾ ആഗോളവാദത്തിന് ഉദാഹരണമാണ്. അത് എവിടേക്കാണ് വരുന്നത്? നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്ന കാറ്റുകളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തി തരാം. നമ്മുടെ ഈ തെക്കേ അർദ്ധഗോളത്തിൽ നിന്നും ഇവിടെ നിന്ന് ഈ 23 നിന്നും നമുക്കിങ്ങനെ വാണിജ്യവാദം വരുന്നുണ്ട്, ഇങ്ങനെ വാണിജ്യവാദം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ വടക്ക് കിഴക്കൻ ദിശയിലും വാണിജ്യവാദങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ വാണിജ്യവാദങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് വടക്ക് കിഴക്കൻ വാണിജ്യവാദവും ഇവിടുന്ന് തെക്ക് കിഴക്കൻ വാണിജ്യവാദവും എവിടേക്ക് വരുന്നുണ്ട്? ഈ ഭൂമധ്യരേഖ ലക്ഷ്യമാക്കിയിട്ട് വരുന്നുണ്ട്. ഇതാണ് വാണിജ്യവാദങ്ങൾ. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിച്ചതുകൊണ്ട് തന്നെ ഇനി അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ വാണിജ്യവാദങ്ങളുടെ ഒരു പ്രത്യേകത നോക്കൂ. ഈ വാണിജ്യവാദങ്ങൾ വരുന്നത്, ഒന്നാമത്തെ ഈ മേലെ കാണുന്ന വാണിജ്യവാദം വരുന്നത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ്. ഇനി ഈ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദമോ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒന്ന് വടക്ക് കിഴക്ക്, മറ്റൊന്ന് തെക്ക് കിഴക്ക്. എന്തായാലും ഈ കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ ഈ വരുന്ന വാണിജ്യവാദങ്ങളിൽ ഈ കടലിൻ്റെ മേലെ കൂടെയൊക്കെയാണ് ഈ വാണിജ്യവാദങ്ങൾ വരിക. അപ്പോൾ അതിൽ പരമാവധി വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അധികവും ഇത് എവിടെയാണ്, ഇതിൻ്റെ ഈർപ്പമൊക്കെ എവിടെ കൊടുക്കും? ഈ കിഴക്ക് ഭാഗത്തൊക്കെ കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. അവസാനം ഈ വാണിജ്യവാദങ്ങൾ അവസാനം എത്തുന്നത് ഒരു വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഒരു വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അവസാനം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വാണിജ്യവാദങ്ങൾ എത്തുന്നത്.
അപ്പോൾ അവസാനം എത്തുമ്പോഴത്തേക്കും എന്താണ്, ഇതിലുള്ള എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും? ഈർപ്പം, അതായത് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവസാനമാണ് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഈ വാണിജ്യവാദങ്ങൾ എത്തുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആ ഭാഗത്തേക്ക് വരണ്ട കാറ്റുകളായിട്ടാണ് ഇത് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ പടിഞ്ഞാറിൻ്റെ ഈ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് വരുന്നത്? മൊത്തം വരണ്ടതായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ടല്ല. മരുഭൂമികൾ എന്താണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരണ്ട് കിടക്കാതെ ഇരിക്കാൻ കാരണം ഈ വാണിജ്യവാദങ്ങളിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതൊക്കെ അവിടെ കിട്ടുന്നു. അവസാനമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ എന്താണ്? കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് അല്ലേ? കള്ളിമുൾച്ചെടികളാണെങ്കിലും ചെറു കുറ്റിച്ചെടികളാണെങ്കിലും പനകളുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഹൈറ്റുള്ള പനയല്ല കേട്ടോ. എന്തായാലും ഈ ചെടികളൊക്കെ എന്താണ്? വലിയ ഉയരമില്ലാത്ത ചെടികളാണ് അല്ലേ? ഈ ഉയരമില്ലാത്ത ചെടികളാവാനുള്ള കാരണം എന്താണ്? കാരണം അവിടെ മഴ വളരെ കുറവാണ്. മഴ കുറഞ്ഞ അതിനനുസരിച്ചിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സസ്യജാലങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത, ഇങ്ങനെ വെള്ളം തീരെ വേണ്ടാത്ത, വെള്ളം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട്. എന്താണ് മരുപ്പച്ച എന്ന് പറയുന്നത്? ഈ മരുഭൂമിയിൽ നമ്മൾ പറയാറുണ്ട്, ചില ഭാഗങ്ങളിൽ മരുഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവാറുണ്ട്? വെള്ളം കാണപ്പെടാറുണ്ട്. മരുഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ വെള്ളം കാണപ്പെടാറുണ്ട്. എന്നാൽ അത് ഈ വലിയ നദി പോലെ ഒന്നുമല്ല. ഇതുപോലെ ഒരു എന്താണ്, ഇതപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്കൊരു ചിത്രം കാണാം. ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്താണ് കുറച്ച് ഒരു അരുവി പോലെ അല്ലെങ്കിൽ ഒരു തടാകം പോലെ കുറച്ച് ഭാഗം എന്താ ഉണ്ടാവാറുണ്ട്? വെള്ളം കാണാറുണ്ട്. ഇങ്ങനെ മരുഭൂമിയിൽ മുഴുവൻ ഒരു 99% സ്ഥലങ്ങളും വരണ്ട് കിടക്കുന്നു, വെള്ളമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇതേപോലത്തെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളുമൊക്കെയാണ്, വലിയ ഉയരമില്ലാത്ത ചെടികളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക. ചെറിയ ചെറിയ പനകളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക. അതായത് വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണ് കാണാൻ വേണ്ടി സാധിക്കുക. എന്നാൽ ചില സ്ഥലങ്ങൾ എന്താണ്, അവിടെ കുറച്ച് വെള്ളം കാണും. ഈ സ്ഥലങ്ങളെയാണ്, ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന മരുഭൂമിയിലെ ആ ചെറിയ ഭാഗങ്ങളെയാണ് നമ്മൾ മരുപ്പച്ചകൾ എന്ന് വിളിക്കാറുള്ളത്. മരുപ്പച്ചകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മരുഭൂമിയിലെ മരുപ്പച്ച പലപ്പോഴും മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് എന്താണ് വലിയൊരു ആശ്വാസമാണ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക? ഈ ആളുകൾ വെള്ളം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പല സ്ഥലത്തും ഈ മരുപ്പച്ച ഉണ്ടെന്ന് അവർക്ക് തോന്നും. അങ്ങനെ അവർ അവിടേക്ക് നടന്നു പോയി നോക്കും, അവിടെ വെള്ളമുണ്ടോ എന്ന്, മരുപ്പച്ചയാണോ എന്ന്. പലപ്പോഴും അവർക്ക് ബോധം മാറിയിട്ട് അവർക്ക് മാനസിക വിഭ്രാന്തി പോലെ തോന്നിയിട്ട് എന്താണ്, അവർക്ക് തോന്നുകയാണ് ഇവിടെ വെള്ളമുണ്ട് എന്ന്. നമ്മൾ ആടുജീവിതം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ഈ ചെടികൾ ഉയരമില്ല എന്ന് പറയില്ലേ? പനകൾക്ക് കുറച്ച് ഉയരമുണ്ടാവും, പക്ഷേ ബാക്കിയുള്ള ചെടികൾക്കൊന്നും അങ്ങനെ ഉയരം ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ നിങ്ങൾ ജീവജാലങ്ങൾ നോക്കൂ. മരുഭൂമിയിൽ ഒട്ടകങ്ങൾ കാണാറുണ്ട്. മരുഭൂമിയിലെ ഒട്ടകങ്ങൾക്ക് കുറച്ച് ഉയരമുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? മരുഭൂമിയുടെ ഒട്ടകങ്ങൾക്ക് എന്താണ്, അതിനൊരു കൂന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. മേൽഭാഗം ഒരു മുതുക്. ആ ഭാഗം എന്താണ്, വെള്ളം കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ടാണ്. ബാക്കി അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ നോക്കൂ, ഉയരം തീരമില്ലാത്ത വളരെ ചെറിയ ജീവികളാണ് മരുഭൂമിയിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. മരുഭൂമികളിൽ ആരെങ്കിലും താമസിക്കുമോ? വളരെ കുറച്ച് ആൾക്കാരെ താമസിക്കുള്ളൂ അല്ലേ? അതും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഒരുപാട് തലമുറകളായി ഈ മരുഭൂമിയിൽ ജീവിച്ച് ശീലമുള്ള, അവിടെ ജനിച്ച് വളർന്ന ആളുകൾ മാത്രമാണ് അവിടെ ജീവിക്കുക. അല്ലാത്തവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പാടാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലുമുണ്ട്. അതായത് കുറേ ഗോത്ര സമൂഹങ്ങളാണ്, അതായത് ആദിമ നിവാസികളാണ്. അങ്ങനെ അവരുടെ തലമുറകളായിട്ട് ഇങ്ങനെ വന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഈ മരുഭൂമികളിലുള്ള ചില ഗോത്ര വിഭാഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലഹാരി മരുഭൂമി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലഹാരി എവിടെയാണ്? കലഹാരി നമ്മുടെ ഈ പറയുന്ന ആഫ്രിക്കയുടെ ഈ ഭാഗത്താണ് കലഹാരി വരുന്നത്. ഈ കലഹാരിയിൽ അവിടെ ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരുടെ പേരാണ് ബുഷ്മൻ. നോക്കൂ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? മസായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിഗ്മി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊന്നാണ് ബുഷ്മൻ. അപ്പോൾ ഇത് ഓരോന്നും ഓരോ സ്ഥലത്താണ് കേട്ടോ, അത് നിങ്ങൾ തെറ്റിപ്പോകരുത്.
ഇനി ഇവിടുത്തെ ജനജീവിതം, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെ പ്രധാന ഉപജീവന മാർഗം. അതായത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തീരെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ വെള്ളം കുറച്ച് ശേഖരിച്ചിട്ട് അത് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള എന്താ പറയുക, ഈ ബജ്റ, ജോവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത്. ബജ്റ, അതുപോലെ തന്നെ ജോവർ, ഇതൊക്കെ ഈ നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ബജ്റ, ജോവറൊക്കെ തീരെ വെള്ളം ആവശ്യമില്ലാത്ത വിളകളാണ്, കാർഷിക വിളകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബജ്റയും ജോവറൊക്കെ പോലെയുള്ള വെള്ളം അധികം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്തരം വിളകളാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. പിന്നെ മൃഗപരിപാലനം, ഈ ആടുകളൊക്കെ മേയ്ക്കുക, നമ്മൾ ആടുജീവിതം സിനിമ കണ്ടിട്ടില്ലേ, ഈ മരുഭൂമികളിലാണ് അത് ഉണ്ടാവാറുള്ളത്. എന്നാൽ സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമുക്കൊരു കാര്യമാണ്. എന്താണ്? മരുഭൂമികളിൽ ഒരുപാട് ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ? അതായത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? ചിലപ്പോൾ പെട്രോളിയം ആവാം, അതായത് പെട്രോൾ, ഡീസലൊക്കെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളാവാം അല്ലേ? അല്ലെങ്കിൽ എന്താവാം? സ്വർണ്ണമാകാം, അല്ലെങ്കിൽ ചെമ്പാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റാറുണ്ട്? മരുഭൂമിയിൽ നിന്ന്. അറേബ്യ എന്ന് പറയുന്ന അല്ലേ, സൗദി അറേബ്യ ആണെങ്കിലും ഈ ദുബായ് ആണെങ്കിലും ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര സമ്പന്നരായിട്ടുള്ളത്? അവരുടെ മരുഭൂമികളിലും അവിടുത്തെ അറബിക്കടലിലുമൊക്കെ അവർ എന്തുണ്ട്? അവിടെ ധാരാളം ഈ പെട്രോളിയത്തിൻ്റെ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവർ ഈ പെട്രോളിയം കുഴിച്ചെടുത്തു, അവരുടെ മരുഭൂമികളിൽ നിന്നൊക്കെ കുഴിച്ചെടുത്തു. അങ്ങനെ കുഴിച്ചെടുത്തപ്പോൾ ഈ ഒരുപാട് ധാതുക്കൾ, അതായത് ഈ പെട്രോളിയം പോലുള്ള ധാതുക്കൾ അവർ കുഴിച്ചെടുത്തു. അങ്ങനെ കുഴിച്ചെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ കുഴിച്ചെടുത്തപ്പോൾ അവർക്കത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പെട്രോളിയം പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ ഈ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും പ്രകൃതിവാതകം ആണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? വേർതിരിക്കാറുള്ളത്. പ്രകൃതിവാതകം സെപ്പറേറ്റ് ആയിട്ടും കാണാറുണ്ട്. എനിവേ ഇത് നമ്മൾക്ക് ഇവർ കുഴിച്ചെടുക്കുകയും ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അങ്ങനെ വാഹനങ്ങളിലും ഫാക്ടറികളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ? ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. പക്ഷേ ഒരു കാലത്ത് നമ്മൾ പെട്രോളും ഡീസലും മാത്രമല്ല ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അത് കൊടുക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളായി മാറി. അങ്ങനെ മരുഭൂമികളിൽ വലിയ സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമുണ്ട്. ഓസ്ട്രേലിയയിൽ നമുക്ക് ഓസ്ട്രേലിയയിലെ പല മരുഭൂമികളിലും സ്വർണ്ണം ഖനനം ചെയ്യാറുണ്ട്, സ്വർണ്ണം കുഴിച്ചെടുക്കാറുണ്ട്. അറ്റക്കാമ മരുഭൂമിയിൽ ചെമ്പ്, ഞാൻ പറഞ്ഞല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെമ്പ് കാണപ്പെടുന്ന ഒരു മരുഭൂമിയാണ്. ചെമ്പിൻ്റെ ധാതു നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ് അറ്റക്കാമ മരുഭൂമി ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അറ്റക്കാമ മരുഭൂമി. അപ്പോൾ അറ്റക്കാമ മരുഭൂമിയിൽ ചെമ്പ് കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണ് അല്ലേ? ഇനി സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയമാണ് ആവശ്യമായിട്ടുള്ളത് അല്ലേ? സഹാറ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് പെട്രോളിൻ്റെ വില വളരെയധികം സ്വാധീനിക്കപ്പെടുകയാണ്. സഹാറ മരുഭൂമി, അറേബ്യൻ മരുഭൂമിയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് പെട്രോളിയം നിക്ഷേപമാണ്, ഫോസിൽ ഇന്ധനങ്ങളുടെ നിക്ഷേപം. ഇതും അത് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ആ സ്ഥലങ്ങളുടെ ഒരു ഇത് തന്നെ മാറി. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇവിടെ സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറഞ്ഞ നഗരം, സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ട് വരും അല്ലേ? ഇത് നോക്കൂ, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും എന്തൊരു വർണ്ണാഭമായ കാഴ്ചയാണ്. ഇതൊക്കെ ഇവരെങ്ങനെയാണ് ഇത്രയും സമ്പന്നരായത്? ഇവർ സമ്പന്നരായത് ഈ അവരുടെ അറേബ്യൻ മരുഭൂമികളിൽ നിന്ന് അവർ കുഴിച്ചെടുത്തിട്ടുള്ള പെട്രോളിയം ലോകത്ത് വിറ്റിട്ടാണ് അല്ലേ? ഇപ്പോൾ നിക്ഷേപമൊക്കെ കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറാൻ്റെ ഭാഗത്തൊക്കെ പെട്രോളിയത്തിൻ്റെ നിക്ഷേപമുണ്ട്. അപ്പം അത് ഈ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ പെട്രോളിയമൊക്കെ ഈ കടലിടുക്ക്, ഒരു ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്, ഇറാൻ്റെ ഭാഗത്തുള്ള ഒരു ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരാറുള്ളത്. അവിടെയാണ് അമേരിക്ക ഇവരുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ഇറാൻ കയറിയിട്ട് അത് അടച്ചത്. അപ്പോൾ ലോകത്ത് പെട്രോളിയം കിട്ടാനില്ലാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ധനവില കൂടി അല്ലേ? ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കൂ, ഇതൊക്കെ ഇതിൻ്റെ ഈ ഉഷ്ണമേഖലാ മരുഭൂമികളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ്? മൺസൂൺ, സാവന്ന, ഇപ്പം ഉഷ്ണമേഖല മരുഭൂമികൾ. ഇനി നമുക്ക് ഉപോഷ്ണ മേഖല പരിചയപ്പെടണം. ഉപോഷ്ണ മേഖല ഏതാണെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉപോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ അത് 30 ഡിഗ്രി വടക്കിനും 66.5 ഡിഗ്രി വടക്കിനും, അതുപോലെ തന്നെ 30 ഡിഗ്രി തെക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള കാണപ്പെടുന്ന സ്ഥലം. ഏത് സ്ഥലമെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം. ഇതാ ഈ സ്ഥലങ്ങൾ. ഓക്കെ, 30നും 66നും ഇടയിൽ 2 അർദ്ധഗോളങ്ങളിലുമുള്ള സ്ഥലങ്ങൾ.
സെൻറ്ററിലൂടെ നമ്മുടെ ഭൂമധ്യരേഖ പോകുന്നു. ഇത്രയും നേരം പറഞ്ഞിരുന്നത് ഉപോഷ്ണ മേഖലകളാണെങ്കിൽ ഇനി ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഉപോഷ്ണ മേഖലകളായിരുന്നെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ക്ഷമിക്കണം, ഇത്രയും കാലം പറഞ്ഞിരുന്നത് നമ്മൾ ഉഷ്ണമേഖലകളായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി. ഇത്രയും കാലം പറഞ്ഞിരുന്നത് നമ്മൾ ഉഷ്ണമേഖലകളായിരുന്നെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉപോഷ്ണ മേഖലകളാണ്. ഉപോഷ്ണ മേഖലകൾ, അതായത് മിതമായ എന്താ പറയുക, തെറ്റുണ്ട് കേട്ടോ, നിങ്ങളുടെ എന്നെ തെറ്റിച്ചതല്ല, എനിക്ക് തെറ്റിയതല്ല, ക്ഷമിക്കണം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തെറ്റാണ്. മിതോഷ്ണ എന്നാണ് അവിടെ എഴുതേണ്ടത്. മിതോഷ്ണ മേഖലയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തെറ്റിച്ചതാണ്. സോറി. മിതോഷ്ണ മേഖലകളാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. മിതോഷ്ണ മേഖലകൾ. ഇത്രയും പറഞ്ഞത് ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉപോഷ്ണം. ഉഷ്ണമേഖലയുടെ മറ്റൊരു വാക്കാണ് ഉപോഷ്ണം. ഇത് ഈ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ചവന്മാർ തെറ്റിച്ചിട്ടാണ് അച്ചടിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് തെറ്റിയത് കേട്ടോ, ക്ഷമിക്കണം. എനിവേ, നമുക്ക് ഉപോഷ്ണ മേഖല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മിതോഷ്ണ മേഖലകൾ, ഇതാണ് മിതോഷ്ണ മേഖലകൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ.